പശ്ചിമേഷ്യൻ സംഘർഷം നിരീക്ഷിച്ച് അവശ്യ നടപടികൾ സ്വീകരിക്കുന്നത് ഇന്ത്യ തുടരുന്നു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ സ്വതന്ത്ര സഞ്ചാരം പുനഃസ്ഥാപിക്കാൻ ചർച്ചകൾ വേണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. പ്രതിസന്ധി സാധാരണക്കാരെ ബാധിക്കാതിരിക്കാൻ കേന്ദ്രം പല നീക്കങ്ങളും നടത്തുന്നുണ്ട്. കൂടുതൽ LPG ടാങ്കറുകൾ ഇന്ത്യയിലേക്ക് എത്തിക്കാനും ശ്രമം തുടരുന്നു. സാമ്പത്തിക വ്യാപാര സ്ഥിരത നിലനിർത്തുക, ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുക, പൌരന്മാരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുക എന്നിവയാണ് സർക്കാരിന്റെ മുൻഗണനകളെന്ന് പ്രധാനമന്ത്രി വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട്. അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. അർജുൻ, ഇന്നലെ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളുമായി, മുഖ്യമന്ത്രിമാരും അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിമാരുമായൊക്കെ കേന്ദ്രം ചർച്ച നടത്തി, സാഹചര്യങ്ങൾ വിശദീകരിച്ചു. 2 മാസത്തേക്കുള്ള ഇന്ധന കരുതൽ ശേഖരമുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഇവിടെ ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. ലോക്ക്ഡൌണിലേക്ക് പോകുമെന്നുള്ള കള്ളപ്രചാരണം ഒരു വശത്ത് നടന്നു. അത് കേന്ദ്രം അങ്ങനെ ഒന്നും ആലോചിച്ചില്ല എന്ന് വിശദീകരിക്കേണ്ടി വരുന്നു. മറ്റൊരു വശത്തുള്ളത് ഈ LPGയുമായി ബന്ധപ്പെട്ട ക്രൈസിസ് ആണ്. അതിലുണ്ടാകുന്ന വിതരണം ഇപ്പോഴും പഴയ നിലയിലാവാൻ സമയമെടുക്കുന്നറിയാം. എങ്കിൽ പോലും വാണിജ്യ സിലിണ്ടറുകൾ ലഭിക്കുന്നില്ല. ഹോട്ടലുകൾ അടഞ്ഞത് അങ്ങനെ പൂട്ടിത്തന്നെ കിടക്കുന്നു. ഒരുപാട് പേരുടെ തൊഴിൽ നഷ്ടം, നിരവധി ഗുരുതര സാഹചര്യങ്ങളുണ്ട്. ഇതിനെ എങ്ങനെ അഡ്രസ് ചെയ്യാം എന്നാണ് പ്രധാനമന്ത്രിയും കേന്ദ്രവും സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നത്, ഉറപ്പ് നൽകുന്നത്? ക്രിസ്റ്റീന, ഗോകുൽ, ഈ ഒരു പശ്ചിമേഷ്യൻ സംഘർഷം ദീർഘകാലാടിസ്ഥാനത്തിൽ നീണ്ടു പോവുകയാണെങ്കിൽ ഇന്ത്യ അതിന്റെ ആഘാതങ്ങൾ എങ്ങനെ കുറയ്ക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും ഊർജ്ജ വിതരണത്തിൽ തന്നെയാണ്. നിലവിൽ ഇന്ത്യയെ സംബന്ധിച്ച് ക്രൂഡ് ഓയിലിൽ വലിയ രീതിയിലുള്ള ആശങ്കയില്ല. ഹോർമൂസ് കടലിടുക്ക് അല്ലാതെ മറ്റ് പല മാർഗങ്ങളിലൂടെയും ഇന്ത്യക്ക് ധാരാളമായി ക്രൂഡ് ഓയിൽ ലഭ്യത ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് LPG ഒരു പ്രതിസന്ധി തന്നെയാണ്. കാരണം രാജ്യത്ത് ഇപ്പോൾ കരുതൽ ശേഖരം ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുമ്പോൾ പോലും ഇറക്കുമതി ഇല്ലാത്തത് വലിയ തോതിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ആ ആശങ്ക, സംസ്ഥാനങ്ങൾക്കുള്ള ആശങ്ക ദൂരീകരിക്കുക മാത്രമല്ല, മുൻഗണനാ അടിസ്ഥാനത്തിൽ നൽകുക, ഇത് ഏത് രീതിയിൽ വിതരണം തുടരണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെയുള്ള നിർദ്ദേശം നൽകുകയും അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾ ഇപ്പോൾ തുടർന്നു വരുന്ന പ്രവർത്തികളുടെ വിലയിരുത്തലും നിലവിലുള്ള തയ്യാറെടുപ്പുകളും എല്ലാം തന്നെ വിലയിരുത്തുന്ന ഒരു നടപടിയായിരുന്നു ഇന്നലെ മുഖ്യമന്ത്രിമാരുമായി വിളിച്ച പ്രധാനമന്ത്രിയുടെ യോഗത്തിൽ പൂർണ്ണമായിട്ടും നടന്നത് എന്ന് പറയാൻ സാധിക്കും. അതിൽ തന്നെ പ്രധാനമായിട്ടും പൂഴ്ത്തിവെപ്പും കരിഞ്ചന്ത വിൽപ്പനയും ഏത് വിധേനയും ഒഴിവാക്കണം, അതിനെതിരെ കർശനമായിട്ടുള്ള നടപടി എടുക്കണമെന്നുള്ള നിർദ്ദേശമാണ് സംസ്ഥാനങ്ങൾക്കെല്ലാം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഒന്നിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം, അതായത് ടീം ഇന്ത്യ എന്നുള്ള ഒരു ആശയം, ആ ഒരു സന്ദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിക്കുക കൂടി ഉണ്ടായി. ഒപ്പം തന്നെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉറപ്പ് നൽകിയിട്ടുണ്ട്. 60 ദിവസത്തേക്കുള്ള കരുതൽ ശേഖരം ഇന്ധനത്തെ സംബന്ധിച്ച് ഇന്ത്യയുടെ പക്കലുണ്ട്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ LPGയും ഉണ്ട്. കൃത്യമായിട്ടുള്ള വിതരണം നൽകുന്നുണ്ട്. സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം കഴിഞ്ഞ ദിവസം 50-ൽ നിന്നും 70-ആക്കി വർദ്ധിപ്പിച്ചു. ഈ ഒരു പ്രവർത്തനങ്ങൾ തുടരുന്നു. കൃത്യമായി കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക, അതുമായി ബന്ധപ്പെട്ട് മുൻഗണനാ അടിസ്ഥാനത്തിൽ ഈ ഊർജ്ജ വിതരണം ഉറപ്പാക്കുക എന്നുള്ള നിർദ്ദേശമാണ് പ്രധാനമന്ത്രി സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ശരി അർജുൻ, ഏതായാലും കേന്ദ്രം വളരെ ആക്റ്റീവായി ഇതിനകത്ത് ഇടപെടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ആശങ്ക വേണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷേ നാട്ടിൽ ആളുകൾക്ക് ഈ ജീവിത പ്രതിസന്ധി ഉണ്ട്. ഈ ഹോട്ടലുകൾ അടഞ്ഞതാണ് വലിയ പ്രതിസന്ധി. അവിടുത്തെ ജീവനക്കാരടക്കം, കേരളത്തിലെ കാര്യം എടുത്താൽ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് പലയിടത്തും ഹോട്ടലിലെ ജീവനക്കാർ. അവരൊക്കെ നാടുകളിലേക്ക് മടങ്ങിപ്പോയി തിരിച്ചു വന്നാൽ ഇവിടെ ഹോട്ടൽ തുറന്നിട്ടില്ല എന്നതാണ് അവരുടെ സാഹചര്യം. എത്ര ഹോട്ടലുകൾക്കാണ് താഴെ വീണിരിക്കുന്നത്. കാരണം അത് മാത്രമല്ല, ഈ പാചകവാതകത്തെ സംബന്ധിച്ചിടത്തോളം ഈ പെട്രോളും ഡീസലും പോലെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ശേഖരം നമുക്ക് കുറവുമാണ്. ഈ കപ്പലുകൾ തുടർച്ചയായി വന്നില്ലെങ്കിൽ അതൊരു പ്രശ്നമായി മാറുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.